ന്യൂസിലേക്ക് സ്വാഗതം. മാർക്കോ 17-ാം ദിവസം അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. അതിഗംഭീരമായിട്ടുള്ള ബുക്കിങ്ങുമായി സിനിമ ഇന്ന് കളം നിറഞ്ഞ് ആടുന്ന കാഴ്ച കാണാം. ഈ ഒരു മണിക്കൂറിൽ വിറ്റുപോകുന്നത് 4500-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ 4250-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയത്. ഇന്ന് സിനിമ ഗംഭീരമായിട്ടുള്ള കുതിപ്പാണ്. ഇപ്പോൾ സിനിമയുടെ 16 ദിവസത്തെ ബോക്സ് ഓഫീസ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുന്നു. പ്രശസ്തരായ ട്രാക്കർമാരിൽ നിന്നാണ്, ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റുകളല്ല എന്നുള്ളത് ഒന്ന് അടിവരയിട്ട് പറയാം. എന്താണെങ്കിലും സിനിമയുടെ ആ ഒരു ട്രാക്കിംഗ് കളക്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ കേരള കളക്ഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് 39,48,00,000 രൂപയാണ്. നമ്മൾ ഫോളോ ചെയ്യുന്ന ഡെയിലി ട്രാക്കിംഗ് റിപ്പോർട്ടുകളിൽ വന്നിരിക്കുന്ന കണക്കുകൾ 31,98,00,000 രൂപയാണ്. സാധാരണ 31 കോടി വരുമ്പോൾ സാധാരണ എല്ലാ സിനിമകൾക്കും പറയുന്നത് 10 കോടി കൂടി കൂടുതലായിട്ടാണ് സ്ഥിരമായി നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസമുള്ള നമ്മളുടെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞു നമുക്ക് അപ്പം ലഭ്യമായ കണക്കാണ് പറഞ്ഞത്. നേരിന് 35 കോടിയാണ് കിട്ടിയത്. 50 കോടിയായിരുന്നു അന്ന് കേട്ടത്. 45 കോടി എന്ന് പലരും പറയുന്നുണ്ട്. അപ്പോഴും 10 കോടിയുടെ ഡിഫറൻസ് തന്നെയാണ് അതിനകത്തിൽ കാണാറുള്ളത്. ടർബോയ്ക്കും അതേപോലെ തന്നെയാണ് നമ്മൾ കണ്ടിരുന്നത്. ഇവിടെ ഈ ഒരു സിനിമ വരുമ്പോൾ ഏകദേശം 7.5 കോടിക്ക് അടുത്തുള്ള ഡിഫറൻസ് ആണ് ഇപ്പോൾ ട്രാക്കേഴ്സ് പറയുന്നത്. അത് എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ ഈ ഒരു കളക്ഷനിലേക്ക് പോകാം. 39.48 എന്നുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സിനിമ നേടിയിരിക്കുന്നത് 18.62 കോടിയാണ്. അതായത് എല്ലാ വെർഷനും കൂടെ ചേർത്തിട്ടാണ്. അതിൻ്റെ സ്പ്ലിറ്റപ്പ് നമുക്ക് നോക്കാം. മലയാളം മാത്രമായി 16 ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത് 5.76 കോടിയാണ്. ഹിന്ദിയിൽ നിന്ന് 8.16 കോടിയാണ് സിനിമ നേടിയിരിക്കുന്നത്. തെലുങ്കിൽ 4,15,00,000 രൂപയാണ് സിനിമ നേടിയിരിക്കുന്നത്. തമിഴിൽ നിന്ന് വന്നിരിക്കുന്നത് 55,47,000 രൂപയോളമാണ്. അങ്ങനെ ആകെ മൊത്തം സിനിമ 18,62,00,000 രൂപയാണ് 16 ദിവസങ്ങൾ കൊണ്ട് നേടിയിരിക്കുന്നത്. നമുക്കറിയാം തെലുങ്കിലും തമിഴിലുമൊക്കെ റിലീസായത് ഈ ഒരാഴ്ച മാത്രമാണ്. എന്നിരുന്നാലും മികച്ച കളക്ഷനാണ്. ഹിന്ദിയിൽ നിന്ന് 10 കോടി എന്നുള്ള ആ ഒരു മോഹസംഖ്യയിലേക്ക് എത്താൻ ഒരുപക്ഷെ ഇന്ന് എത്തും, അല്ലെങ്കിൽ നാളത്തേക്ക് തീർച്ചയായും ആ ഒരു കളക്ഷനിലേക്ക് എത്തും എന്നുള്ളതിന് സംശയങ്ങളും ഇല്ലാതിരിക്കുന്നു. സിനിമ ഓവർസീസിൽ നിന്ന് നല്ല ഒരു എമൗണ്ട് തന്നെയായിരുന്നു തുടക്കം വന്നുകൊണ്ടിരുന്നെങ്കിൽ ഒരു ഇടിവ് നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ചയ്ക്ക് ശേഷം അത് പെട്ടെന്ന് സ്ട്രക്കാവുന്ന പോലെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 3.48 മില്യൺ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കണക്കുകൾ. അതായത് ഒരുപക്ഷെ 2-3 ദിവസത്തെ കളക്ഷന് അതിനകത്തൊരു വേരിയേഷൻ എപ്പോഴും കാണാൻ ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ഓവർസീസിൽ. അത് അങ്ങനെ തന്നെയാണ്. അവിടുത്തെ കളക്ഷൻ ഡീറ്റെയിൽസ് കിട്ടാൻ ഒരു ഡിലേ ഉണ്ടാവുന്നത്. ഇപ്പോൾ 29,70,00,000 രൂപ എന്നുള്ളതാണ് ട്രാക്കേഴ്സ് പറയുന്ന കണക്കുകൾ. അങ്ങനെ സിനിമ 88 കോടിയിലേക്ക് എത്തി എന്നുള്ളതാണ് ഇതുവരെയുള്ള ട്രാക്കിംഗ് കണക്കുകളിൽ സൂചിപ്പിക്കുന്നത്. അതായത് സിനിമ ഇന്നുകൊണ്ട് 90 കോടി കവർ ചെയ്യുമെന്ന് അവർ തന്നെ പറയുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധാരണക്കാരായ നമ്മളുടെ കണക്ക് കൂട്ടലുകളിൽ നമുക്കറിയാം, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നത് ഈ സിനിമ ഒരു 93-94 കോടിയിലേക്ക് എത്തിയിട്ടുണ്ടാവാം. കാരണം ട്രാക്കിംഗ് കളക്ഷനേക്കാൾ കൂടുതലായിരിക്കും എപ്പോഴും നമുക്ക് അല്ലാത്ത ഒരു കളക്ഷൻ വരിക. എന്താണേലും ഒരു 5 കോടി 6 കോടിയുടെ ഡിഫറൻസ് എപ്പോഴും വരാറുണ്ട്. അതിൽ ഏത് സിനിമ എടുത്താലും കാണാറുണ്ട്. പലപ്പോഴും ട്രാക്കേഴ്സ് അവരുടെ കണക്കുകളിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് അവരുടെ ആ ഒരു കാര്യത്തിൽ അത് ജെനുവിനിറ്റി ആക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയുള്ളത്. ഈ സിനിമയല്ല, എല്ലാ സിനിമയും അങ്ങനെ ഒരു വേരിയേഷൻസ് നമുക്ക് കാണാറുണ്ട്. എന്താണേലും ഈ ഒരു കണക്കുകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ സിനിമ ഇന്നത്തോടെ 90 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. മലയാളത്തിലെ മറ്റൊരു 90 കോടി ക്ലബിൽ കയറുന്ന ചിത്രം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. താങ്ക് യു ബ്രോസ്.